1/5 പ്ലസ് 2/5 സ്ക്വയർ പ്ലസ് 3/5 ക്യൂബിൻ്റെ ദശാംശ രൂപം എന്ത്? 1/5 പ്ലസ് 2/5 സ്ക്വയർ പ്ലസ് 3/5 ക്യൂബിൻ്റെ ഡെസിമൽ ഫോം കാണണം നമുക്ക്. ഈ 1/5 അതുപോലെ ഇടുക. 1/5 പ്ലസ് 2/5 സ്ക്വയർ, 2/5 സ്ക്വയർ 5 25 പ്ലസ് 3/5 ക്യൂബ്, 3/5 ക്യൂബ് 5 × 5 × 5 125. 1/5 പ്ലസ് 2/25 പ്ലസ് 3/125. ഇപ്പോൾ നമുക്കിത് കൂട്ടാൻ പറ്റില്ല, കാരണം ഛേദങ്ങൾ തുല്യമല്ല, ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ 5നെ ഗുണിച്ച് 125 ആക്കാം. 5നെ ഏത് കൊണ്ട്? 25 കൊണ്ട് ഗുണിച്ചാൽ 125 ആവും. അപ്പോൾ നമ്മൾ അംശത്തെയും ഛേദത്തെയും 25 കൊണ്ട് ഗുണിക്കുക, കാരണം ഛേദത്തെ മാത്രമായിട്ട് ഗുണിക്കാൻ പാടില്ല. അപ്പോൾ 25 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. അപ്പോൾ 1 × 25/5 × 25 ഇത് നമ്മൾ ചെയ്തു. പ്ലസ് അതുപോലെ 2/25. ഈ 25നെ നമുക്ക് 5 കൊണ്ട് ഗുണിച്ചാൽ 125 ആവും. 25നെ 5 കൊണ്ട് ഗുണിച്ചാൽ 125 ആവും. അപ്പോൾ 5 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. × 5 × 5 2/25 × 5/5 പ്ലസ് ഇത് നമ്മൾ മാറ്റം വരുത്തില്ല, കാരണം ഇവിടെ 125 തന്നെയാണ്. 3/125. ഇത് ഗുണിക്കുക. 125 25/5 × 25 125 പ്ലസ് 2 × 5 10/25 × 5 125 പ്ലസ് ഇത് അതുപോലെ എഴുതുക. 3/125. ഇവിടെ ഛേദങ്ങൾ തുല്യമായിരുന്നില്ല, ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി. ഇനി നമുക്ക് കൂട്ടാം. എങ്ങനെ കൂട്ടുക? പൊതുവായ ഛേദം കോമൺ ഡിനോമിനേറ്റർ എഴുതുക. എത്ര? 125 എന്ന് എഴുതിയിട്ട് അംശങ്ങൾ കൂട്ടുക. 25 പ്ലസ് 10 പ്ലസ് 3. 25ഉം 10ഉം 3ഉം കൂടി കൂട്ടുക. 25 10 35 3ഉം എത്ര വരും? 38/125 എന്ന് വരും. 38/125. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദശാംശ രൂപത്തിലാക്കണം. 38നെ 125 കൊണ്ട് ഹരിക്കണം. 38നെ 125 കൊണ്ട് ഹരിക്കണം. അതിന് വേറൊരു എളുപ്പം ഒഴിക്കുക. നമുക്ക് ഈ 125നെ 8 കൊണ്ട് ഗുണിച്ച് 1000 ആവും. 125നെ 8 കൊണ്ട് ഗുണിച്ച് 1000 ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും താഴെയും 8 കൊണ്ട് ഗുണിക്കണം. × 8 അംശത്തെയും ഗുണിച്ചു, × 8 ഛേദത്തെയും ഗുണിച്ചു. ഇത് ഗുണിക്കുക. 8 × 38 8 64 ശിഷ്ടം 6 8 3 24 6 30. നമുക്ക് എന്ത് കിട്ടി? 304/125 1000. ഇതെന്തിനാണ് ചെയ്തത്? 1000 ആക്കാൻ ഹരിക്കുമ്പോൾ എളുപ്പമുണ്ട്. 1000 ഹരിക്കുമ്പോൾ എളുപ്പമാണ്. എന്താ ചെയ്യുക? 1000ൽ 3 പൂജ്യം അല്ലേ? ഹരിക്കുമ്പോൾ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി. 1000ൽ 3 പൂജ്യങ്ങളാണ്. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? അംശത്തിൽ 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. ഇവിടെ ദശാംശം ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് വലത്തെ അറ്റം മുതൽക്ക് ഇടത്തോട്ട് 3 സ്ഥാനം നീക്കുക. 1 2 3 ദശാംശം ഇവിടെ ഇടുക. അപ്പോൾ എന്ത് വരും? 0.304 ഉത്തരം.